ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ മാത്സിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ ഒക്കെ SCERT സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് കുറച്ച് മാറ്റമാണ് ഇപ്രാവശ്യം SCERT നൽകിയിരിക്കുന്നത്. കുറച്ചൊരു നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ് എന്ന ചാനലിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ 50 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈമാണ്. ഈ സമയം നമ്മൾ റീഡിങ്ങിനും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഉപയോഗിക്കുക. ആൻസർ എനി 6 ക്വസ്റ്റ്യൻ, ബട്ട് ഇൻ ക്വസ്റ്റ്യൻസ് ഓഫ് ടൈപ്പ് A or B യു നീഡ് ആൻസർ ഓൺലി വൺ ഓഫ് ദീസ്. സാധാരണ നമുക്ക് ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവാറില്ല. നമുക്ക് ആക്ടിവിറ്റി 6 ചെയ്യാം, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇതിവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ തന്നെ 2 ഓപ്ഷൻസൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എളുപ്പമുള്ള ഏതാ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. Question number 3 and 5 have internal choices. Attend any one from part A or part B. Okay. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Given here are some statements about the picture. ഇവിടെ നിങ്ങൾ ഒരു പിക്ചർ കണ്ടല്ലോ. ഇത് 144 എന്നാണ് കേട്ടോ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് 144 ആണ്. അപ്പോൾ ഈ പിക്ചർ നിങ്ങൾ കണ്ടു. ഇനി ഓപ്ഷൻസ് വായിക്കാം. 2/5 പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്. ഇതിൽ 2 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തതെന്നാണ് ആദ്യത്തെ ഓപ്ഷൻ. നെക്സ്റ്റ് ഓപ്ഷൻ 1/3 പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്. മൂന്നാമത്തെ ഓപ്ഷൻ 2/10 പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്. നാലാമത്തെ ഓപ്ഷൻ 4/10 പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാത്സിൽ ഈ ഒരു മോഡൽ മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് വരാറില്ല. അപ്പോൾ ഇതൊരു പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. SCERT ഇപ്രാവശ്യം ഇങ്ങനെയാണ് ഉണ്ടാവുകയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് വായിക്കാം. ഇതിൽ 2/5 പാർട്ടാണോ അല്ലെങ്കിൽ 1/3 ഇത് എത്ര പാർട്ടാണെന്നാണ് നമ്മൾ കാണേണ്ടത്. ചോദ്യം തീർന്നിട്ടില്ല. ഇവിടെ താഴത്തതാ ഓപ്ഷൻ ഒള്ളി ഇതാണ് ഓപ്ഷൻ. ഫസ്റ്റ് ഓപ്ഷൻ ഒള്ളി കറക്റ്റ്. ഫസ്റ്റ് 4th ആർ കറക്റ്റ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആർ കറക്റ്റ്. 4th ആർ കറക്റ്റ്. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുക. 144 ആണ്. ഇത് എത്രയാണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് ഓപ്ഷൻസ് ഏതൊക്കെയാണ് ശരിയെന്നൊന്ന് നമുക്ക് നോക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ സർക്കിളിന് ഇവിടെ ആകെ തന്നിരിക്കുന്നത് എന്താണ് ഒരു 144 ഡിഗ്രി ഉണ്ട് എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 144 ഡിഗ്രിയാണ് ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. 140 ഡിഗ്രിയാണ് ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സർക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എത്രയായിരിക്കും. ഒരു സർക്കിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ് അല്ലേ. അതിൽ ഈ 144 ഡിഗ്രി മാത്രമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് വെച്ച് കാണാമല്ലോ. അപ്പോൾ ആകെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് എത്രയാണ്? 144 ഡിഗ്രി. ഓക്കെ. 144 ഡിഗ്രിയാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിലുള്ളത് എത്രയാണ്? ആകെയുള്ള പാർട്ട് എത്രയാണ്? 360 ആണ് അല്ലേ. അപ്പോൾ 360 ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ സർക്കിളിൻ്റെ ആകെയുള്ള ആംഗിൾ എന്ന് പറയുന്ന 360 ആണ് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 144 ആണ് ഇവിടെ ഷെയ്ഡ് ചെയ്ത്. നമുക്ക് ഷെയ്ഡ് ചെയ്ത പാർട്ടിൻ്റെ ഫ്രാക്ഷനാണ് കാണേണ്ടത്. അപ്പോൾ 144 മൊത്തത്തിലുള്ളത് 360 ആണ്. ഇനി നമ്മൾ ഇതിനെ ചെറുതാക്കിയിട്ട് അതായത് സിംപ്ലിഫൈ ചെയ്യണം. ഓക്കെ. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാൻ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും? ആദ്യം നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ എന്തെടുക്കാം? നമുക്ക് 2 ആണ് ഇതിൽ കോമൺ ഡിവൈസർ. ഈ 144ലും 360ലും കോമൺ ആയിട്ട് പോകുന്ന ഏതാണ്? 2 ആണ്. അപ്പോൾ നമ്മൾ ഡിവൈഡഡ് ബൈ 2 ചെയ്തു. അപ്പോൾ നമുക്ക് 144ൻ്റെ ഡിവൈഡ് ചെയ്യുക 2 കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 144ൻ്റെ പകുതി. അപ്പോൾ 72. 360 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 180 അല്ലേ. ഇനിയും നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. എഗെയിൻ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 72 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് എത്രയാണ്? 72ൻ്റെ പകുതി എത്രയാണ്?
36. ഇനി 180 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 90. ഇനിയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്രയാണ് 36 ഡിവൈഡഡ് ബൈ 2 എത്രയാണ് 18. 19 ഡിവൈഡഡ് ബൈ 2 എത്രയാണ് 45. ഇനി നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 18ഉം 45ഉം കോമൺ ആയിട്ട് പോകുന്ന ഏതാണ് 3ലാണല്ലേ. അപ്പോൾ നമ്മൾ ഇനി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 18 ഡിവൈഡഡ് ബൈ 3 എത്രയാണ് 6 അല്ലേ. 45 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് എത്രയാണ് 45 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ 15. ഇനി നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇനിയും നമുക്ക് 3 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. കാരണം 6ലും 50ലും 3 മൾട്ടിപ്പിൾ ആണല്ലേ, കോമൺ മൾട്ടിപ്പിൾ ആണ്. ഇനി 6 ഡിവൈഡഡ് ബൈ 3 എത്രയാണ് 2. 15 ഡിവൈഡഡ് ബൈ 3 എത്രയാണ് 5. അപ്പോൾ 2/5 എന്ന് നമുക്ക് ലാസ്റ്റ് ആൻസർ കിട്ടിയത്. എങ്ങനെ കിട്ടിയതെന്ന് നിങ്ങൾക്കറിയാലോ. 144 അതായത് ഇവിടെ തന്നിട്ടുണ്ട് 360 ആണ് ഒരു സർക്കിളിൻ്റെ ആംഗിൾ എന്ന് നമുക്കറിയാം. അതിനെ നമ്മൾ ചെറുതാക്കി നമ്മൾ എവിടെ എത്തിച്ചു? ആദ്യം നമ്മൾ 72 180 ആക്കി 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ പിന്നെ നമുക്ക് 36/90 വന്നു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്തത്? പിന്നെയും ഡിവൈഡ് ചെയ്തപ്പോൾ 1845 വന്നു. പിന്നെയും നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര വന്നത്? 6/15 വന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 2/5 വന്നു. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഫസ്റ്റത്തെ ആണോ കറക്റ്റ്? 2/5 പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് കറക്റ്റഡ് ഷെയ്ഡഡ്. ഇവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട് 4/10. ഇവിടെ 4/10നെ നമുക്ക് എന്ത് ചെയ്യാം? 4/10 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്തായി? 2/5 ആയില്ലേ. അപ്പോൾ ഈ ഓപ്ഷനും ശരിയാണ്. 4/10 പാർട്ടൊന്നും പറഞ്ഞാലും ശരിയാണ്. ഇതിൽ ഫ്രാക്ഷന് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കൂടി ഇതും ഏറെക്കുറെ ശരിയാണ്. അപ്പം നമുക്ക് ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷൻ, അതായത് ഒന്നാമത്തെ ഓപ്ഷനും നാലാമത്തെ ഓപ്ഷനും ശരിയാണ് എന്നുള്ള ബി ഓപ്ഷന് നമുക്ക് എടുക്കാം. ഓക്കെ. അപ്പോൾ ഇത് വളരെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ്. നിങ്ങൾ സമയം എടുത്ത് മനസ്സിലാക്കി ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്, ചെയ്യാൻ അറിയാലോ. ഇനി അടുത്തത് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇങ്ങനെ ഇത് വരയ്ക്കാനാണ്. അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ വരയ്ക്കാൻ ശ്രമിക്കുക ഈ ഒരു മെഷർമെൻറ്റിൽ. അപ്പോൾ ഇവിടെ 6 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം 6 സെൻറ്റിമീറ്റർ വരയ്ക്കുക. എന്നിട്ടൊരു പ്രൊട്രാക്ടർ വെക്കുക. എന്നിട്ട് ഇത് 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. പ്രൊട്രാക്ടർ ഇവിടെ വെച്ചിട്ട് നമ്മൾ 90 ഡിഗ്രി അടയാളപ്പെടുത്തുക. ഓക്കെ. എന്നിട്ട് നമ്മളെന്താ ചെയ്യേണ്ടത്? ഒരു സ്കെയിലിൽ 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് നമ്മുടെ കോമ്പസ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വരയ്ക്കുക. കോമ്പസ് എടുത്ത് ഇവിടെ വരച്ചിട്ട് 4 അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇത് രണ്ടും യോജിപ്പിക്കുക. ഓക്കെ. ഇനി ഇവിടെ നമ്മൾ വെച്ചിട്ട് ഇവിടെ പ്രൊട്രാക്ടർ എടുത്തിട്ട് 60 ഡിഗ്രി ഇവിടെ വെക്കുക. ഓക്കെ. 60 ഡിഗ്രി വെച്ച് അതും നമ്മൾ കൂട്ടി യോജിപ്പിക്കുക. അത് നിങ്ങൾക്ക് അറിയാലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. What are the measures of the sides of a rectangular block given whose volume is 48 cubic centimeter? അപ്പോൾ ഒരു റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം എന്ന് പറയുന്നത് 48 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും വിഡ്ത്തും ഏതാണെന്നാണ്. ഇവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇൻറ്റു ചെയ്ത് നോക്കിയിട്ട് ഇതിലേതാണ് 48 കിട്ടുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുക 4 ഇൻറ്റു, അതായത് വോളിയം എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത്തും ബ്രെഡ്ത്തും ഗുണിച്ചതാണ് അല്ല, ഇൻറ്റു ചെയ്തതാണ്. അപ്പോൾ അത് കിട്ടുമ്പോൾ നമുക്ക് 48 കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. പിന്നെ ഇവിടെ 4 ഇൻറ്റു 3 എന്ന് പറയുന്നത് 12 ഇൻറ്റു 3 2 ഇൻറ്റു 3 6 1 ഇൻറ്റു 3 36. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ അല്ല, 36 ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷന് നോക്കാം. രണ്ടാമത്തെ 6 ഇൻറ്റു 4 എന്ന് പറയുന്നത് എന്താണ്? 24 ആണ്. 24 ഇൻറ്റു 2 ഇൻറ്റു 4 8 2 ഇൻറ്റു 2 4 48. ഇപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന 48 ആണ്. അപ്പോൾ നമുക്ക് 48 ആണ് ഉറപ്പിക്കുക. ഇനി അടുത്തതൊന്നും കൂടി നോക്കാം. 3-4 ഓപ്ഷൻ തന്നിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ആദ്യത്തേത് നമ്മൾ 36 കിട്ടി, രണ്ടാമത്തെ 48 കിട്ടി, മൂന്നാമത്തേത് 6 ഇൻറ്റു 4 ഇൻറ്റു 3. അപ്പോൾ 6 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 24 ഇൻറ്റു 3 72 ആണ് കിട്ടിയത്. അപ്പോൾ അതും തെറ്റാണ്. ഇനി നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 4 ഇൻറ്റു 4 ഇൻറ്റു 4.
അപ്പോൾ 4 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 16 ഇൻറ്റു 4 എന്ന് പറയുന്നത് 64 ക്യൂബിക് മീറ്ററാണ്. അപ്പം അതും തെറ്റാണ്. അപ്പം ശരിയായ ഉത്തരം ഏതാണ്? രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയായത്. അപ്പോൾ 6 ഇൻറ്റു 4 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് 3 ഇൻറ്റു ചെയ്താൽ നമുക്ക് 48 കിട്ടുന്ന ആ ആൻസറാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പം വോളിയം നമ്മൾ ചെയ്താണ്, ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ നമ്മൾ കഴിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതറിയാം. ഓക്കെ, ഇനി അടുത്ത എ റെക്ടാങ്കുലർ അക്വേറിയം ഹാസ് ഇന്നർ ലെങ്ത് 50 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 40 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 25 സെൻറ്റിമീറ്റർ. ഹൗ മച്ച് വാട്ടർ ഇൻ ലിറ്റേഴ്സ് വിൽ ദാറ്റ് അക്വേറിയം ഹോൾഡ്? അപ്പോൾ ഒരു അക്വേറിയത്തിൻ്റെ ഇന്നർ ലെങ്ത്ത് തന്നിട്ടുണ്ട്, ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ വോളിയം കാണാം. പക്ഷേ അത് കണ്ടതിന് ശേഷം ഇവിടെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കുക, ഹൗ മച്ച് വാട്ടർ ഇൻ ലിറ്റേഴ്സ്, അത് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് ലിറ്റേഴ്സ് ആയിട്ടാണ്. അപ്പോൾ നമ്മളത് ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ചു നോക്കുക. എ റെക്ടാങ്കുലർ അക്വേറിയം ഹാസ് ഇന്നർ ലെങ്ത് 50 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 40 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 25 സെൻറ്റിമീറ്റർ. ഹൗ മച്ച് വാട്ടർ ഇൻ ലിറ്റേഴ്സ് വിൽ ദാറ്റ് അക്വേറിയം ഹോൾഡ്? അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു, അതായത് ഇവിടെ ലെങ്ത് 50 ആണ്, ബ്രെഡ്ത്ത് 40 ആണ്, പിന്നെ 25 ആണ്, അത് തന്നിട്ടുണ്ട്. അപ്പം കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ദ വോളിയം എന്ന് പറയുന്നത് ലെങ്ത്ത് ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ലെങ്ത്ത് എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്റർ ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ ആണ്, ഹൈറ്റ് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആണ്. ഇനി 50 ഇൻറ്റു 40 എന്ന് പറയുമ്പോൾ എത്രയാണ്? 0 നമ്മളിട്ടു. 5 ഇൻറ്റു 4 എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ 2000 ഇൻറ്റു 25. 2025 എന്ന് പറയുമ്പം ഇവിടെ നമ്മൾ സീറോസ് ഇട്ട് കൊടുക്കുക. സീറോസ് നമ്മളിവിടെ ഇട്ടു. 2 ഇൻറ്റു 25, 25നെ 2 പ്രാവശ്യം ഗുണിച്ചാൽ എത്രയാണ്? 50 ആണല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 50,000 ക്യൂബിക് സെൻറ്റിമീറ്റർ കിട്ടി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ തീർന്നിട്ടില്ല. കൺവേർട്ട് ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ടു ലിറ്റേഴ്സ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ലിറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് 1 ലിറ്റർ. നമ്മൾ പഠിച്ചതാണല്ലേ, 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് 1 ലിറ്റർ. ഇവിടെ എത്ര ക്യൂബിക് സെൻറ്റിമീറ്റർ ഉണ്ട്? 50,000 ക്യൂബിക് സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 50,000 ഡിവൈഡഡ് ബൈ 1000 ലിറ്റേഴ്സ്. അപ്പോൾ നമുക്ക് 50 ലിറ്റേഴ്സ് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ദ അക്വേറിയം വിൽ ഹോൾഡ് 50 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഒരു മൂന്നാമത്തെ പാർട്ടും കൂടി ഉണ്ട്. How many liters of water are needed to fill the aquarium up to height of 20 centimeter? അപ്പോൾ നേരത്തെ ഇവിടെ തന്നിരിക്കുന്ന എത്രയാണ്? 25 സെൻറ്റിമീറ്ററിൻ്റെ ആയിരുന്നു. ഇനി 20 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 25 ആയതാണ് നമ്മൾ കണ്ടുപിടിച്ചത്, 50,000 ക്യൂബിക് സെൻറ്റിമീറ്റർ. മൂന്നാമത്തെ ചോദ്യം വന്നിരിക്കുന്നത് ഈ അക്വേറിയത്തിൻ്റെ ഹൈറ്റ് ഒരു 20 ആയാൽ എത്ര ഇരിക്കുന്നു? അപ്പം നമ്മൾ ലെങ്ത്തും ബ്രെഡ്ത്തൊക്കെ സെയിം തന്നെ, ഹൈറ്റിൽ ഡിഫറൻറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കറിയാലോ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ന്യൂ ഹൈറ്റ് അല്ലേ. ലെങ്ത്ത് എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്റർ ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ ആണ്, ന്യൂ ഹൈറ്റ് എത്രയാണ്? 20 സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ നേരത്തെ ചെയ്ത് 25 ആണ്, അത് മാറി 20 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ അക്വേറിയം മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ 50 ഇൻറ്റു 40 2000 ഇൻറ്റു 20 സെൻറ്റിമീറ്റർ, 2000 ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ 40,000 സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിനെ ലിറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 40,000 ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ 40,000നെ നമ്മൾ 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സീറോസ് കട്ട് ചെയ്തു, പിന്നെ ഉള്ളത് എന്താണ്? 40 ആണ്. അപ്പോൾ 40 ലിറ്റേഴ്സാണ്. അപ്പോൾ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? 40 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആർ നീഡഡ് ടു ഫിൽ ദ അക്വേറിയം ടു ഹൈറ്റ് ഓഫ് 20 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ 2 പ്രോബ്ലംസാണ് നമ്മൾ ചെയ്തത്. ഇനി അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ ആണ്. അതിന് 3A ആൻഡ് 3B ഉണ്ട്. യു നീഡ് ഓൺലി ടു ആൻസർ 1 ഓഫ് ദം. A ക്വസ്റ്റ്യനും ഉണ്ട്, B ക്വസ്റ്റ്യനും ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. ലുക്ക് അറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺസ് ഗിവൺ ബിലോ. സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അതിൻ്റെ റീസണും ഉണ്ട്. എന്താണ് അനദർ ഫോം ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്? എന്താണ് അനദർ ഫോം ഓഫ് 1/3 വിത്ത് 15 ആസ് ഡിനോമിനേറ്റർ ഹിസ് 5/15. ഇഫ് 1 and 3
in 1/3 is multiplied by 5, we get 5/15. അതായത് ഒരു അനദർ ഫോം 1/3ൻ്റെ വേറൊരു ഫോമാണ് 5/15 എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിവിടെ അതിൻ്റെ റീസൺ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? 1/3 ഈസ് മൾട്ടിപ്പിൾഡ് ബൈ 5, 3 ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 5. അങ്ങനെയാണ് 5/15 കിട്ടിയത് എന്ന്. അപ്പോൾ ആ റീസൺ ശരിയല്ലേ? ആ റീസൺ ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 1/3നെ ഒരു ഈക്വലൻ്റ് ആയിട്ടുള്ള ഡിനോമിനേറ്ററിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ ഒരുപാട് പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. 3നെ 15 കിട്ടാൻ നമ്മൾ എന്തുകൊണ്ടാണോ ഇൻറ്റു ചെയ്തത്, 3നെ 5 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോഴാണ് നമുക്ക് 15 കിട്ടിയത്. അതേ 5 കൊണ്ട് തന്നെ നമ്മൾ ന്യൂമറേറ്ററും ഇൻറ്റു ചെയ്യണം നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നാലേ നമുക്ക് ഈക്വൽ ആയിട്ടുള്ള ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഫ്രാക്ഷന് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വായിച്ച് നോക്കാം. ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ആൻഡ് റീസൺ ഈസ് നോട്ട് കറക്റ്റ്. പക്ഷെ അത് തെറ്റല്ലേ? സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്, ഇവിടെ റീസണും കറക്റ്റാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആർ നോട്ട് കറക്റ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റും റീസണും കറക്റ്റ് അല്ല എന്ന് പറയുന്നത്, അപ്പോൾ അതും ശരിയല്ല. സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് ആൻഡ് ദ റീസൺ ഈസ് കറക്റ്റ്. ഇവിടെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ല, പക്ഷെ റീസൺ കറക്റ്റ്, അതും തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആർ കറക്റ്റ്. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്, റീസണും കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് 2 ഫോംസ് ഓഫ് 1/3 ആൻഡ് 1/5 ദാറ്റ് ഹാവ് ഡിനോമിനേറ്റർ ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. അപ്പം 1/3ൻ്റെയും 1/5നും സെയിം ഡിനോമിനേറ്റർ ആവണം, ഡിഫറെൻറ്റ് ഫോമിൽ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1/3ൻ്റെ നമുക്ക് ഡിഫറെൻറ്റ് ഫോമിൽ 1/3, അപ്പോൾ സെയിം ഡിനോമിനേറ്റർ കിട്ടണം. അപ്പോൾ നമുക്ക് 2 കൊണ്ട് ഇൻറ്റു ചെയ്യാം. ഓക്കെ, 1 × 2 2/6. ഇനി നമുക്ക് 1/3ൻ്റെ വേറൊരു ഫോം 3 കൊണ്ട് ഇൻറ്റു ചെയ്യാം. രണ്ടും ഒരേപോലെ നമ്മൾ ഇൻറ്റു ചെയ്യണം. 1 × 3 3, 3 × 3 9. അപ്പോൾ 1/3ൻ്റെ ഡിഫറെൻറ്റ് ഫോം എന്ന് പറയുന്നത് 2/6 3/9. ഓക്കെ, 1/3ൻ്റെ കിട്ടി. ഇനി നമുക്ക് 1/5 ആണ്. ഓക്കെ, 1/5ന് നമുക്ക് എന്ത് ചെയ്യാം? 1/5നെ നമുക്ക് 2 കൊണ്ട് ആദ്യം ഇൻറ്റു ചെയ്യാം. രണ്ടും 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പം 2/10. ഇനി 1/5നെ നമുക്ക് 3 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയോ 3/15. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ്. ഇനി അടുത്തത് 52 kilograms ഓഫ് റൈസ് ഈസ് പാക്ഡ് ഈക്വലി ഇൻ 8 പാക്സ്. ഹൗ മെനി kilograms ഓഫ് റൈസ് വിൽ ബി ഈച്ച് പാക്കറ്റ്? അപ്പോൾ നമുക്ക് റൈസ് എത്രയാണ്? വെയ്റ്റ് ഓഫ് റൈസ് 52 kilogram ആണ്. നമ്പർ ഓഫ് പാക്സ് എന്ന് പറയുന്നത് 8 ആണ് അല്ലേ? അപ്പോൾ ഹൗ മെനി കിലോഗ്രാം ഓഫ് റൈസ് ഇൻ ഈച്ച് പാക്കറ്റ്? ഒരു പാക്കറ്റുകളിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 52 ഡിവൈഡഡ് ബൈ 8. 52 ഡിവൈഡഡ് ബൈ 8 നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 52 ഡിവൈഡഡ് ബൈ 8 നമ്മൾ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമ്മൾ 2 6 കിട്ടും. 8നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും. എഗെയിൻ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 26 ഡിവൈഡഡ് ബൈ 2 13. 4 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 2. അപ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 13/2 ആണ്. നമ്മുടെ ആൻസർ എത്രയാണ്? 13/2. ഫ്രാക്ഷൻ ഇൻ കോളം എ ഈസ് ഗിവൺ ഇൻ കോളം ബി. ഇപ്പം കോളം എയിലും കോളം ബിയിലും കുറച്ച് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് മാച്ച്? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ മാച്ച് ചെയ്യുന്നത് ഏതാണ് കറക്റ്റ് എന്നാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ആദ്യം മാച്ച് ചെയ്ത് നോക്കാം, എന്നിട്ട് ഈ ഓപ്ഷൻസ് വായിച്ച് നോക്കാം. ഇപ്പോൾ ഇവിടെ 5/6 ആണ് തന്നിരിക്കുന്നത്. 5/6 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച എല്ലാ ഡിനോമിനേറ്ററും 12 ആണ്. അപ്പോൾ നമുക്ക് എന്താണ്? ഡിനോമിനേറ്റർ 12 ആണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്കറിയാം 6നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 12 കിട്ടുക? 2 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 12 കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും 5നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 5 × 2 എന്ന് പറയുമ്പോൾ 10/12. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ എന്താണ്? 5/6നെ 10/12ലേക്ക് നമുക്ക് മാച്ച് ചെയ്യാം.
നെക്സ്റ്റ് 3/4 ആണ് വരുന്നതും, അതും നമുക്ക് ഡിനോമിനേറ്റർ 12 ആണ് ആവേണ്ടത്. അപ്പോൾ 12 കിട്ടണമെങ്കിൽ 4നെ എന്തുകൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യണം? 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 4 × 3 12. അപ്പോൾ നമ്മൾ 3നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 3 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ 3 × 3 9. അപ്പോൾ 9/12 ഉണ്ടോ നോക്കാം. യെസ്, 9/12 ഇവിടെ ഉണ്ട്. ലാസ്റ്റ് വൺ 2/3 ആണ്. 2/3ക്കും നമുക്ക് എന്താണ് 12 ആണ് ഡിനോമിനേറ്റർ കിട്ടേണ്ടത്. 3നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 12 കിട്ടുക? 4 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 12 കിട്ടുക. അപ്പോൾ നമ്മൾ 2നെ എന്തുകൊണ്ട് സ്വാഭാവികമായിട്ട് 4 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ കിട്ടും 8. ഓക്കെ, 8 കിട്ടും. അപ്പോൾ അതിവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസും കിട്ടി. എന്തൊക്കെയാണ്? എ നമുക്ക് എന്താണ് 3 ആയിട്ടാണ് യോജിപ്പിക്കേണ്ടത്. എ നമ്മൾ 3 ആയിട്ടാണ് മാച്ച് ചെയ്തത്. അതേപോലെ ബി നമ്മൾ 1 ആയിട്ടാണ് മാച്ച് ചെയ്തത്. സി നമ്മൾ ബി യു ആയിട്ടാണ്, അതായത് 2 ആയിട്ടാണ് മാച്ച് ചെയ്തത്. അപ്പോൾ നമുക്ക് ആ ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം. A3B1C2 ഇതാണ് നമ്മുടെ ആൻസർ. A3B1C2. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ആദ്യം നമ്മൾ ഇതൊന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ഈക്വൽ ഡിനോമിനേറ്റർ ആക്കാനാണ് നമ്മുടെ പ്രോബ്ലം. ഇത് നമ്മളിപ്പോൾ ഇതിനകം തന്നെ ഇത് രണ്ടാമത്തെ ഈ ടൈപ്പ് പ്രോബ്ലമാണ്. അപ്പോൾ നിങ്ങൾ അത് എന്തായാലും പഠിച്ച് വെക്കുക. 5/6ന് നമുക്ക് ഡിനോമിനേറ്റർ ഇവിടെ എല്ലാം 12 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പമാണ്. 6 × 12, 6നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 12. അപ്പോൾ നമ്മൾ 5നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് 10. അപ്പം 10/12. അപ്പോൾ നമുക്ക് A3. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് 45/54, 32/72. ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം എഴുതാനാണ്. അപ്പോൾ സിംപ്ലസ്റ്റ് ഫോം എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നമുക്കറിയാം, നമുക്ക് ഈ 45ൻ്റെ 54ൻ്റെ ഒക്കെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഏതാണ് ഇതിൻ്റെ മൾട്ടിപ്പിൾ വരുന്നത് നോക്കാം. ഇപ്പോൾ 1 × 5 5ൻ്റെ അതാണ്, 54ൻ്റെ അതാണ്. അപ്പോൾ 45ലും 54ലും കോമൺ ആയിട്ട് പോകുന്നത് ഏറ്റവും വലിയ സംഖ്യ അറിയാമെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് അത് ചെയ്യാം. ഇനി അതല്ല നമുക്ക് അറിയുന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം 2 കൊണ്ടും 3 കൊണ്ടും, ഒന്നെങ്കിൽ 2 കൊണ്ടായിരിക്കും, അതായത് ഈവൻ നമ്പർ വന്നിട്ട് നമുക്ക് മനസ്സിലാക്കാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന്. ഓഡ് നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കുക 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന്, എങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ നമ്മൾ 45ഉം 54ഉം നിങ്ങൾക്കറിയാം കോമൺ ആയിട്ട് പോകുന്നത് ഏതാണ്? 9 ആണല്ലേ. അപ്പോൾ 9ൻ്റെ മൾട്ടിപ്പിൾസ് നമുക്ക് നോക്കാം വെച്ചാൽ 9, 18, 27, 36, 45, 54. ഓക്കെ, 9 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 9നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 45 / 9, 54 / 9. 45 9ൽ എത്ര ടൈംസ് പോകും? 5 ആണ്. 54 9ൽ എത്ര ടൈംസ് പോകും? 5/6 ആണ്. ഇനി അതല്ല, നമുക്ക് 9 എന്ന് പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 45ഉം 54ഉം നമുക്കറിയാം 3ൽ പോകുന്നു നമുക്കറിയാം. അപ്പോൾ നമ്മൾ 3 വെച്ച് ചെയ്യാം. ഓക്കെ, 45 3ൽ എത്ര ടൈംസ് പോകും? 15 ടൈംസ് പോകും. 54 എത്ര ടൈംസ് പോകും? നമുക്കറിയാം എത്ര ടൈംസ് പോകും? 18 ടൈംസിൽ പോകും. ഇതൊക്കെ നമുക്ക് 3 ഒക്കെ നമുക്ക് ഡിവിഷൻ ചെയ്യാൻ അറിയണം, എന്നാലേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. ഇനി അഗെയിൻ നമുക്ക് ഇതിനെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാം. 3 അല്ലേ. അപ്പോൾ 15 / 3 5, 18 / 3 6. അപ്പോഴും നമുക്ക് ആൻസർ കിട്ടി. ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ 2-3 പ്രാവശ്യം സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും. ഇത് നമുക്ക് അറിയാമെങ്കിൽ ഒറ്റയടിക്ക് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് 32/72 ആണ്. അതും ഇതേ തന്നെയാണ്. ഈ GCD കോമൺ ഡിവൈസർ ഏതാണ്? 8 ആണ്. അപ്പോൾ 8ൻ്റെ മൾട്ടിപ്പിൾസ് നമുക്കറിയാം. അപ്പോൾ നമ്മൾ 32 / 8, 72 / 8. 32 / 8 എത്രയാണ്? 4 ആണ്. 72 / 8 9 ആണ്. അപ്പോൾ നമുക്ക് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് 32/72 ഈസ് 4/9 എന്ന് നമുക്ക് എഴുതാം. ഇനി ഇതെല്ലാം നമുക്കിത് അറിയുന്നില്ല പെട്ടെന്ന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 32 / 72. അപ്പോൾ നമ്മൾ ആദ്യം നമുക്കറിയാവുന്ന 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു.
അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 16 കിട്ടും. അതായത് 32ൻ്റെ പകുതി 16. പിന്നെ 72 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുക 36 ആയിരിക്കും. ഇനിയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 16 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 8 ആയിരിക്കും. 36 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് എത്രയാണ്? 18 ആണ്. ഓക്കെ, ഇനിയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 4/9 കിട്ടി. ഇങ്ങനെയും നമുക്ക് ചെയ്യാം. 2 കൊണ്ടോ 3 കൊണ്ടോ നമുക്ക് അറിയാവുന്ന അതിൽ കോമൺ ആയിട്ട് പോകുന്നതിനെ കൊണ്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് രണ്ടാമത്തെ പോർഷൻ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. If 20 liters of coconut oil is filled into 6 identical bottles, how many liters of coconut oil will be each bottle? അപ്പോൾ നമുക്കുള്ള കോക്കനട്ട് ഓയിൽ എത്രയാണ്? 20 liters ആണ് അല്ലേ? അത് നമുക്ക് 6 ബോട്ടിൽസിലേക്ക് നിറയ്ക്കണം അല്ലേ? 6 ഇങ്ങനത്തെ ബോട്ടിലേക്ക് നിറയ്ക്കണം. അതെന്ത് ചെയ്യണം? ഐഡൻറ്റിക്കലാണ്, അതായത് ഒരേപോലെ നിറയ്ക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഈ ടോട്ടൽ കോക്കനട്ട് ഓയിലിനെ ബോട്ടിൽസുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അതായത് 20 ഡിവൈഡഡ് ബൈ എത്രയാണ്? 20 ലിറ്റേഴ്സ് ഡിവൈഡഡ് ബൈ 4. അപ്പോൾ എമൗണ്ട് പെർ ബോട്ടിൽക്കാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 20 ലിറ്റേഴ്സ് ഡിവൈഡഡ് ബൈ 6. ഇവിടെയും നമ്മൾ കോമൺ ഡിവൈസർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 10, 6 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 3. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ ഇങ്ങനെ മിക്സഡ് ഫ്രാക്ഷനിൽ എഴുതണം. അപ്പോൾ നമുക്കറിയാം 3 ആണ് ഇവിടെ എന്ത് വന്നത്? ഡിനോമിനേറ്റർ വന്നത്. അപ്പോൾ 3/3 പ്ലസ് 3/3 പ്ലസ് 3/3. ഇനി 3ൽ എത്ര ബാക്കിയുണ്ട്? 3, 3, 6, 6, 3, 9. ഇനി ബാക്കിയുള്ള 10ൽ എത്രയാണ്? 1, 1/3 ഇങ്ങനെ എഴുതി. ഇനി 3/3 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. 3/3 എന്ന് പറയുമ്പം ഓൾസോ ഈക്വൽ ടു 1. 3/3 എന്ന് പറയുമ്പോൾ ഈക്വൽ ടു 1 പ്ലസ് 1/3. അപ്പോൾ 1, 1, 2, 2, 1, 3, 1/3 ലിറ്റർ. ആൻസർ കിട്ടിയല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനത്തെ പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വായിച്ച് നോക്കുക, വായിച്ചിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. 20 ലിറ്റേഴ്സ് ഓഫ് കോക്കനട്ട് ഓയിൽ എന്നാണ് പറഞ്ഞത്. അത് 6 ബോട്ടിലാക്കണം. അപ്പോൾ 20/6 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം അതിനെ സിംപ്ലസ്റ്റ് ഫോമിലേക്കാക്കി 10/3 ഇതിലത്തെ നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. കുറച്ച് വലിയ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഈ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ സാധാ ചെയ്ത് തന്നെയാണ്, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. എ റെക്റ്റാങ്കുലർ വെസൽ വിച്ച് ഈസ് 80 സെൻറ്റിമീറ്റർ ലോങ് 80 സെൻറ്റിമീറ്റർ ലോങ്. അപ്പോൾ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ 80 സെൻറ്റിമീറ്റർ, 20 സെൻറ്റിമീറ്റർ വിഡ്ത്ത്, 20 സെൻറ്റിമീറ്റർ വിഡ്ത്ത് ആൻഡ് 25 സെൻറ്റിമീറ്റർ ഹൈറ്റ്. ഇത്രയാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് ഹാഫ് വാട്ടർ ഓഫ് ഇറ്റ്. അതിൽ എത്ര ഉള്ളത്? വെള്ളം പകുതിയാണുള്ളത്. വെസലാണ്, ഈ പാത്രത്തിൻ്റെ അളവാണ് ഈ തന്നിരിക്കുന്നത്. അതിൽ വെള്ളം പകുതിയാണുള്ളത്. എ ക്യൂബ് ഓഫ് സൈഡ് 20 സെൻറ്റിമീറ്റർ ഈസ് ഇമേഴ്സ്ഡ് ഇൻ ഇറ്റ്. അതിലേക്ക് ഇങ്ങനെയാണ് നമ്മുടെ വെസലുള്ളത്. വെസലിന് ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റൊക്കെയാണ് ഈ തന്നിരിക്കുന്നത്. അതിലേക്ക് ഈ 20 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ക്യൂബ് വെള്ളത്തിലേക്ക് ഇടുകയാണ്. ഓക്കെ, ഫൈൻഡ് ദ കപ്പാസിറ്റി ഓഫ് ദ വെസൽ. നമ്മൾ കാണേണ്ടത് വെസലിൻ്റെ കപ്പാസിറ്റിയാണ്. പിന്നെ അടുത്തത് വോളിയൂം ഓഫ് ദ ക്യൂബ്. ഈ വെസലിൻ്റെ കപ്പാസിറ്റി നമ്മൾ ആദ്യം കാണണം. പിന്നെ ഈ ക്യൂബിൻ്റെ വോളിയം ആണ് നമുക്ക് ആദ്യം തന്നിരിക്കുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യനാണ് എന്താണ്? ഫൈൻഡ് ദ റൈസ് ഇൻ വാട്ടർ ലെവൽ ഇൻ സെൻറ്റിമീറ്റർ വെൻ ക്യൂബ് ഈസ് ഇമേഴ്സ്ഡ് ഇറ്റ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാത്രമാണല്ലോ, നമ്മൾ ഇത്രയും ലെങ്ത്തും വിഡ്ത്തൊക്കെ ഉള്ള പാത്രം. അതിലേക്ക് പകുതി വെള്ളമുണ്ട്. അതിലേക്ക് ഈ ക്യൂബില്ലേ, ക്യൂബ് എത്ര? 20 സെൻറ്റിമീറ്റർ ഉള്ള ക്യൂബ് നമ്മൾ ഇടുമ്പോൾ എന്താ സംഭവിക്കുക? ഈ വെള്ളം അങ്ങോട്ട് തെറിച്ച് പോവുമല്ലോ. നമ്മളൊരു സാധനത്തിലേക്ക് ഒരു വെള്ളം ഉള്ളതിലേക്ക് നമ്മൾ ഒരു സാധനം ഇട്ടിൻ്റെ വെള്ളം അങ്ങോട്ട് തെറിച്ച് പോവും അല്ലേ? അപ്പോൾ വെള്ളം കുറച്ച് പോവും. അപ്പോൾ യു ഫൈൻഡ് റൈസ് ഇൻ വാട്ടർ ഇൻ സെൻറ്റിമീറ്റർ വെൻ ദ ക്യൂബ് ഈസ് ഇമേഴ്സ്ഡ് ഇറ്റ്. അപ്പോൾ ഈ ക്യൂബ് ഈ വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ ഈ വാട്ടർ ലെവൽ ഒന്ന്
കൂടുമല്ലോ അല്ലേ? അത് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ 2 ചോദ്യം നമുക്ക് വളരെ ഈസിയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്, പാടൊന്നുമില്ല, എന്നാലും നമുക്ക് നോക്കാം. പിന്നെ ഇനി നാലാമതായിട്ട് ഇവിടെ തന്നിരിക്കുന്നത് കുറേ സ്റ്റേറ്റ്മെൻറ്റാണ്. 4 സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അതിലേത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത്രയാണ് ചോദ്യം. നമ്മളിതുവരെ പറഞ്ഞ ചോദ്യങ്ങളാണ്. ഇനി നമുക്ക് ആൻസർ നോക്കാം. അപ്പോൾ നമ്മുടെ വോളിയത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റാണ് നമ്മുടെ വോളിയം. അത് നമ്മൾ ആ ഇക്വേഷൻസ് അങ്ങനെ എഴുതി വെക്കുക. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ കപ്പാസിറ്റി ഓഫ് ദ വെസൽ. വെസലിൻ്റെ കപ്പാസിറ്റിയാണ് കാണേണ്ടത്. അതിൻ്റെ ലെങ്ത്തൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അത് കാണാം. ഓക്കെ, അപ്പോൾ ലെങ്ത്ത് എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? 8 × 20 × 25 ഉണ്ട്. നമുക്ക് അത് കാണാം. അപ്പോൾ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ 80 ആണ്, വിഡ്ത്ത് എന്ന് പറയുമ്പോൾ 20 ആണ്, ഹൈറ്റ് എന്ന് പറയുമ്പോൾ 25 ആണ്. ഓക്കെ, 25 ആണ്. അപ്പോൾ നമ്മൾ 80ഉം 20ഉം 80 × 20 എന്ന് പറഞ്ഞാൽ 1600 × 25. 1600 × 25 നമ്മൾ ചെയ്തു നോക്കുകയാണ്. 1600 × 25. അപ്പോൾ നമുക്ക് കിട്ടുക 40,000 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ വോളിയം ഓഫ് വെസൽ ഈസ് 40,000 ക്യൂബിക് സെൻറ്റിമീറ്റർ നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വളരെ സിമ്പിളാണ്. ഇതൊക്കെ നമ്മൾ ഇൻറ്റു ചെയ്താൽ മതി. ഇനി രണ്ടാമത്തെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വോളിയം ഓഫ് ദ ക്യൂബാണ്. ക്യൂബിൻ്റെ 20 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ, ക്യൂബ് 20 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത് ക്യൂബിൻ്റെ സൈഡ്സൊക്കെ ഈക്വലാണ്. അപ്പോൾ വോളിയം ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ് ഇൻറ്റു സൈഡാണ്. അപ്പോൾ ഇവിടെ 20 × 20 × 20 20 × 20 × 20 എന്ന് പറഞ്ഞാൽ 2 × 2 4 4 × 2 8. അപ്പോൾ എത്രയാണ്? 8000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് എന്താണ് ക്യൂബിൻ്റെ വോളിയം. അതും നമുക്ക് ഇവിടെ കിട്ടും. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫൈൻഡ് ദ റൈസ് ഇൻ വാട്ടർ ലെവൽ ഇൻ സെൻറ്റിമീറ്റേഴ്സ് വെൻ ദ ക്യൂബ് ഈസ് ഇമേഴ്സ്ഡ്. അപ്പോൾ ക്യൂബിൻ്റെ വോളിയം എത്രയാണെന്ന് അറിയാമല്ലോ, നമുക്ക് 8000 ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ഇനി ഈ ക്യൂബ് ഇട്ടുമ്പോൾ അതിൻ്റെ വാട്ടർ ലെവൽ ഹൈറ്റ്, അതായത് ഹൈറ്റ് എത്ര കൂടിയെന്നാണ് ഈ ചോദ്യം. റൈസ് ഇൻ ദ വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതലോ നമ്മൾ ക്യൂബ് ഇങ്ങോട്ട് ഇട്ടാൽ. അപ്പോൾ അത് എത്ര കൂടി എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യന്. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓൾറെഡി 80 സെൻറ്റിമീറ്റർ എന്ത് തന്നിട്ടുണ്ട്? ലെങ്ത് ഉണ്ട്, 20 സെൻറ്റിമീറ്റർ വിഡ്ത്ത് ഉണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഹൈറ്റ് എത്ര ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ക്യൂബ് ഇട്ടപ്പോൾ ഉള്ള അതിൻ്റെ ഹൈറ്റ്, വാട്ടർ ലെവൽ കൂടി, അപ്പോൾ അതിൻ്റെ ആ ഒരു ലെവൽ എത്ര കൂടി എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ 80,000 80 × 20 എന്ന് പറയുന്നത് എത്രയാണ്? 1600. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ എച്ചും കണ്ടുപിടിക്കണം. അപ്പോൾ എച്ച് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? 8000 / 1600. ഓക്കെ, അപ്പോൾ നമ്മൾ 1600 ആകുമ്പോൾ 0 0 0 0 കട്ട് ചെയ്തു. 80ൽ 16 എത്ര ടൈംസ് പോവും? നമ്മൾ 80ൽ 16 എത്ര ടൈംസ് പോവും? 5 ടൈംസ് ആണ് പോവുക. അപ്പോൾ നമ്മുടെ ഹൈറ്റ് ഇവിടെ എത്രയാണ്? 5 സെൻറ്റിമീറ്ററാണ് കൂട്ടിയത്. അപ്പോൾ മനസ്സിലായല്ലോ. ആദ്യം നമ്മളിവിടെ നേരത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മുടെ ക്യൂബിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 20 × 20 ക്യൂബ് എന്ന് പറയുമ്പം എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ 20 × 20 × 20 നമ്മൾ ചെയ്തു. അപ്പോൾ നമുക്ക് 8000 കിട്ടി. അപ്പോൾ ഈ പാത്രത്തിലേക്ക് ഈ ക്യൂബ് ഇട്ടപ്പോൾ എന്തായാലും വെള്ളത്തിലേക്ക് വാട്ടർ ലെവൽ ഒന്ന് കൂടും. ആ വാട്ടർ ലെവൽ എത്ര എന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ആ വാട്ടർ ലെവൽ കൂടുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ പുതിയ ഹൈറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തേണ്ടത്? പണ്ടത്തെ തന്നെ 18 20 ലെങ്ത്തും വിഡ്ത്തൊക്കെ അത് തന്നെ നമ്മൾ എടുത്താൽ മതി. പക്ഷേ നമ്മൾ ഹൈറ്റ് പുതുതായിട്ട് കാണണം. അതിന് നമ്മൾ എന്താ ചെയ്തത്? 80,000 ഡിവൈഡഡ് ബൈ ഈ 80ഉം 20ഉം ഇൻറ്റു ചെയ്ത 1600 ഇട്ടു. അപ്പോൾ നമ്മൾ അതിനെ കട്ട് ചെയ്തു. 80/16 ദാറ്റ് ഈസ് 5 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ വാട്ടർ ലെവൽ കൂടിയത്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യന്, രണ്ടാമത്തെ ബി ക്വസ്റ്റ്യന് കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്.
ആ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഓരോന്നായിട്ട് വായിച്ച് നോക്കുക. ഗിവൺ ബിലോ ആർ സം ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് റിട്ടൺ ബൈ സീന റിഗാർഡിംഗ് ദ വോളിയം. വോളിയത്തിനെ കുറിച്ച് സീന കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. If only length of a rectangular block is doubled, the volume will increase 4 times. അപ്പം ഒരു ലെങ്ത്ത് റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ ലെങ്ത്ത് ഡബിൾ ആക്കിയാൽ വോളിയം 4 പ്രാവശ്യം ഇൻക്രീസ് ചെയ്യുമെന്നാണ് സീന പറയുന്നത്. അത് ശരിയാണോ തെറ്റാണോ നോക്കാൻ നമ്മുടെ ഒരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ എടുത്ത് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം നമ്മളെ ലെങ്ത്ത് ഇവിടെ 10 ആണെന്ന് വിചാരിക്കുക. ലെങ്ത്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലോ നമ്മുടെ വോളിയം എന്ന് പറയുന്നത്. വിഡ്ത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് 2 കൊടുക്കാം, പിന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് 5 കൊടുക്കാം. ജസ്റ്റ് നമ്മൾ ഒരു എക്സാമ്പിളാണ് ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലെങ്ത്ത് നമ്മൾ സാധാരണ വോളിയം എത്രയായിരിക്കും, നമുക്ക് 10 ഇൻറ്റു 2 ഇൻറ്റു 5 അല്ലേ, 10 ഇൻറ്റു 2 ഇൻറ്റു 5. അപ്പോൾ നമ്മൾ വോളിയം കാണാൻ 10 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 20 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, 100 ആയി. ഇതാണ് നമ്മുടെ ആദ്യത്തെ വോളിയം. ഇനി നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ലെങ്ത് ഓഫ് റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഡബിൾഡ്. അതായത് ഈ ലെങ്ത്ത് എന്ന് പറയുന്നത് 10 ഡബിൾ ആക്കുക, ഇരട്ടിയാക്കുക. അപ്പോൾ 10ൻ്റെ ഇരട്ടി എത്രയാണ്, 20 ആണ്. 20 ആക്കിയാൽ ഈ വോളിയം എത്ര ആവുമെന്നാണ് ഇതിൽ പറയുന്നത്, 4 ടൈംസ് ആവുന്നു, 400 ആവുന്നു, 400 ആവുന്നു. അപ്പോൾ അതൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ 400 ആവുമെന്ന് നമുക്ക് നോക്കാം. ലെങ്ത്ത് എന്ന് പറയുന്നത് സ്ഥലത്ത് 20 കൊടുത്തു, 2 ഇൻറ്റു 5. ഇപ്പോൾ 20 ഇൻറ്റു 2 എന്ന് പറയുന്നത് എത്രയാണ്, 20 ഇൻറ്റു 2 എന്ന് പറയുന്നത് 40. 40 ഗുണിക്കണം 5, 40 ഇൻറ്റു 5 എന്ന് പറയുന്നത് എത്രയാണ്, 200 ആണ്. അപ്പോൾ ലെങ്ത്ത് ഇരട്ടിയാക്കിയപ്പോൾ വോളിയം ഡബിൾ ആയോ അല്ലെങ്കിൽ 4 ടൈംസ് ആയോ? ഡബിൾ ആയിട്ടാണ് ഉള്ളത്, 4 ടൈംസ് ആയിട്ടില്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ നമ്മളെന്താണ്, വോളിയം ഡബിൾ ആക്കിയാൽ നമ്മുടെ ലെങ്ത്ത് ഡബിൾ ആക്കിയാൽ നമ്മുടെ വോളിയം 4 ടൈംസ് ഇൻക്രീസ് ചെയ്യുന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റത്തെ തെറ്റാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് തെറ്റാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇഫ് ദ വോളിയം ഓഫ് റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഈസ് ടു ബി ഡബിൾഡ്, വോളിയം ഡബിൾ ആക്കാണ്. ദ വിഡ്ത്ത് ഷുഡ് ഇൻക്രീസ് 4 ടൈംസ് വിത്തൗട്ട് ചേഞ്ചിങ് ദ ലെങ്ത്ത് ആൻഡ് ഹൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതും തെറ്റാണ്. നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് തെറ്റായ ഉത്തരമാണ് നോക്കാം. തേർഡ് ഓപ്ഷനിൽ എന്താ തന്നിരിക്കുന്നത്, ഇഫ് ദ വോളിയം ഓഫ് എ റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഈസ് ടു ബി 4 ടൈംസ് എനി ഓഫ് ഇറ്റ്സ് മെഷേഴ്സ് ലെങ്ത് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഷുഡ് ബി ഡബിൾഡ്. അത് ശരിയാണ്. നമ്മൾ നേരത്തെ ചെയ്തല്ലോ, ഫസ്റ്റ് നമ്മൾ ചെയ്തപ്പം നമുക്ക് എന്താണ് 4 ടൈംസ് നമ്മൾ ഡബിൾ ചെയ്തപ്പോൾ നമുക്ക് 4 ടൈംസ് ആണ് കിട്ടിയത്. അപ്പോൾ അത് ശരിയാണ്. ഇഫ് ദ ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് ഓഫ് എ റെക്റ്റാങ്കുലർ ബ്ലോക്ക് ആർ ഡബിൾഡ് ദ വോളിയം ഇൻക്രീസസ് 8 ടൈംസും. അതും ശരിയാണ്. അത് നമ്മൾ ചാപ്റ്ററിൽ ചെയ്തിരുന്നു ഇതേ ക്വസ്റ്റ്യൻ തന്നെ. അപ്പോൾ ഇവിടെ നമുക്ക് ശരിയായിരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാൻ ഏതാണ്, 3rd ആൻഡ് 4th ആണ് നമ്മുടെ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ബി ആണ് ആൻസർ. അപ്പോൾ ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. കാരണം നമുക്ക് എല്ലാ ഓപ്ഷൻസും നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം, എന്നാലും നമുക്കിതിൽ കറക്റ്റാണോ നോക്കാൻ പറ്റും. നമ്മുടെ ഓപ്ഷൻസ് നമുക്ക് ആദ്യമൊക്കെ തരിക ഈ ഒരു ഓപ്ഷൻ തന്നിട്ട് അതിൽ നിന്ന് ആൻസർ എഴുതാനായിരുന്നു. ഇതിൽ നേരെ തിരിച്ചാണ് ഇപ്പോൾ തന്നെ. കുറച്ചും കൂടി നമ്മൾ എല്ലാ ഓപ്ഷൻസും വർക്കൗട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ആൻസറിലേക്ക് എത്താൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഓൾറെഡി 4 ക്വസ്റ്റ്യൻസ് ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ 5ാമത്തെ ചോദ്യമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദ 5th ക്വസ്റ്റ്യൻ ഹാസ് 2 ക്വസ്റ്റ്യൻ. ഈ 5ാമത്തെ ചോദ്യത്തിന് 2 പാർട്ടുണ്ട്, അല്ലെങ്കിൽ 2 ചോദ്യമുണ്ട്. 5A 5B. യു ഓൺലി നീഡ് ടു ആൻസർ 1 ഓഫ് ദം. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ കണ്ടല്ലോ, ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എത്ര ഫ്രാക്ഷൻ എത്രയാണെന്ന് എഴുതാനാണ്. ഇവിടെ 1 2 3 പാർട്ടാണുള്ളത്. അതിൽ ഒരു പാർട്ടാണ് ഷെയ്ഡ് ചെയ്തത്. അപ്പം നമുക്ക് ഇത് 1/3 എന്ന് അടയാളപ്പെടുത്താം. നെക്സ്റ്റ് ഇവിടെ നോക്കാം, 1 2 3 4 5 6 7 8 9 10 11 12 പാർട്ടുണ്ട്. അതിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് 1 2 3 4 5. അപ്പം നമുക്ക് 5/12 എന്ന് എഴുതാം, 5/12 എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് represent the sum of fractions obtained by joining shaded parts of the given circle. അപ്പോൾ നമ്മുടെ ഇവിടെ
ഈ 2 പാർട്സ് കണ്ടു. ആ 2 പാർട്സ് ജോയിൻ ചെയ്യാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആൻസർ കിട്ടുന്നതെന്നും അതിൻ്റെ കറക്റ്റ് ആൻസറാണ് എഴുതേണ്ടത്. ഇത് രണ്ടും ജോയിൻ ചെയ്താൽ കിട്ടുന്ന കറക്റ്റ് ആൻസറാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് 1/3 ആണ്. ഓക്കെ, 1/3 പ്ലസ് 5/12 ആണ്. 1/3 പ്ലസ് 5/12. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഡിനോമിനേറ്റർ ഈക്വൽ ആക്കണം. അപ്പോൾ നമുക്ക് 3ൻ്റെയും 12ൻ്റെയും മൾട്ടിപ്പിൾസ് എഴുതി നോക്കാം. അപ്പോൾ 3, 6, 9, 12. 12ൻ്റെ 12 24. അപ്പോൾ ഏറ്റവും ചെറിയത് ഏതാണ്? 12 ആണ്. അപ്പോൾ നമ്മൾ 12 എടുത്തു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? 1/3നെയും നമ്മൾ ഡിനോമിനേറ്റർ 12ലേക്ക് മാറ്റണം. 5/12 ഓൾറെഡി 12 തന്നെയാണ്. അപ്പോൾ നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ 3നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 12 കിട്ടുക? 4 ഇൻറ്റു ചെയ്താലാണ് 12 കിട്ടുക. അപ്പോൾ നമ്മൾ 1നെ എന്തുകൊണ്ട് ചെയ്യണം? 1 × 4 തന്നെ എഴുതണം. അപ്പോൾ 4/12 കിട്ടി. ഇനി നമുക്ക് ഇത് ആഡ് ചെയ്തുകൂടെ? ഇത് ആഡ് ചെയ്യുമ്പോൾ 4/12 പ്ലസ് 4/12 പ്ലസ് 5/12. 4 പ്ലസ് 5/12. ഓക്കെ, അപ്പോൾ 9/12. അപ്പോൾ നമ്മുടെ ആൻസർ 9/12 ആണ്. അത് ഇതിലുണ്ടോ നോക്കുക. അപ്പോൾ യെസ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ്, ദർ ആർ 2 ബോട്ടിൽസ് ഓഫ് 4 1/2 ലിറ്റർ കപ്പാസിറ്റി. 2 ബോട്ടിലുണ്ട്. 2 ബോട്ടിലിൻ്റെ കപ്പാസിറ്റി എത്രയാണ്? 4 1/2 ലിറ്റർ കപ്പാസിറ്റിയാണ്. 1 ഓഫ് ദം കണ്ടെയ്ൻസ് 3 1/2 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ആൻഡ് ദ സെക്കൻഡ് 2 3/4 ലിറ്റർ ഓഫ് മിൽക്ക്. ഓക്കെ, അപ്പോൾ ഒരു ബോട്ടിൽ എത്ര ഉണ്ട്? 3.5 ലിറ്റർ ഉണ്ട്. 3 1/2 ലിറ്റർ ഉണ്ട്. രണ്ടാമത്തെ ബോട്ടിൽ 2 3/4 ലിറ്റർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ആദ്യം 2 ബോട്ടിലുണ്ട് ഇവിടെ. 2 ബോട്ടിലുണ്ട്. അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 4 1/2 ആണ്. 4 1/2 ആണ് രണ്ടിന് കപ്പാസിറ്റി. അത്രയും ലിറ്റർ വെള്ളം കൊള്ളും, മിൽക്ക് കൊള്ളും. പക്ഷേ ഒന്നിൽ എത്രയുണ്ട്? 3 1/2 ആണുള്ളത്. ഒന്നിൽ 3 1/2ഉം രണ്ടാമത്തേൽ 2 3/4 ആണുള്ളത്. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, മിൽക്ക് ഈസ് പോർഡ് ഫ്രം 1 ബോട്ടിൽ ടു അനദർ. ഒരു ബോട്ടിൽ നിന്ന് വേറെ ബോട്ടിലേക്ക് മിൽക്ക് എന്താണ്? ഒഴിക്കുകയാണ്. ഓക്കെ, ഒരു ബോട്ടിൽ നിന്ന് വേറെ ബോട്ടിലേക്ക് മിൽക്ക് ഒഴിക്കുകയാണ്. അണ്ടിൽ 1 ബോട്ടിൽ ഈസ് ഫുൾ, ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് വിൽ ബി ഇൻ ദ ബോട്ടിൽ വിത്ത് ലെസ് മിൽക്ക്? ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ 2 ബോട്ടിൽ ഇവിടെ ഉണ്ട്. 2 ബോട്ടിലുണ്ട്. അതിൽ ഒരു ബോട്ടിൽ എത്രയാണ്? 3 1/2ഉം അതേ മറ്റേ ബോട്ടിൽ 2 3/4ഉം ഉണ്ട്. അപ്പോൾ ഇവിടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 4 1/2 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഈ ബോട്ടിൽ നിന്ന് ഈ ബോട്ടിലേക്ക് ഒഴിച്ചാൽ ഇതെന്നറിയണമെങ്കിൽ ഇനി എത്ര വേണം? അപ്പോൾ ഇതിൽ എത്ര ഉണ്ടാവും? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ബോട്ടിൽ 1 എന്ന് പറയുമ്പം കപ്പാസിറ്റി എത്രയാണ്? 4 1/2 ലിറ്റേഴ്സാണ്. ഓക്കെ, ബോട്ടിൽ 1ൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 4 1/2 ലിറ്റേഴ്സാണ്. അപ്പോൾ കറൻറ്റ് എത്രയാണ് ഉള്ളത്? എത്രയാണ് ബോട്ടിലുള്ളത്? 3 1/2 ലിറ്റേഴ്സാണ്. അപ്പോൾ ഇനി ഈ ഒരു ഫസ്റ്റ് ബോട്ടിൽ നിറയാൻ എത്ര? ഇപ്പോൾ 3 1/2 വരെ ഉണ്ട്. ഇനി 4 1/2 വരെയാണ് ഇതിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ എത്ര സ്പേസ് ഇവിടെ ഫില്ല് ചെയ്യാനുണ്ട്? അപ്പോൾ 4 1/2 മൈനസ് 3 1/2. 4 1/2 3 - 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 - 3. 1/2 മൈനസ് 1/2. അപ്പോൾ 4 - 3 എന്ന് പറഞ്ഞാൽ 1. 1/2 എന്ന് 1/2 മൈനസ് ചെയ്താൽ 0. അപ്പോൾ നമുക്ക് 1 ലിറ്ററാണ് ഇനി അതിലേക്ക് ഫില്ല് ചെയ്യാനുള്ളത്. അത് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അടുത്ത ബോട്ടിൽ 2നെ നോക്കാം. ബോട്ടിൽ 4 1/2 ലിറ്ററാണ്. അതിൽ കറൻറ്റ് ഇപ്പോൾ എത്ര ഉണ്ട്? 2 3/4 ആണ് ഉള്ളത്. ഓക്കെ, കറൻറ്റ് ഇപ്പോൾ 2 3/4 ആണുള്ളത്. ഓക്കെ, എമൗണ്ട് പോർഡ് ഔട്ട്. ഇതിൽ നിന്ന് ഈ 2 3/4 ഉള്ളതിന്ന് 1 ലിറ്റർ നമ്മൾ മറ്റതിലേക്ക് ഒഴിക്കണം, എന്നാലാണ് അത് ഫില്ലാവുക അല്ലേ? റിമൈനിങ് എമൗണ്ട് ഇൻ ബോട്ടിൽ 2. അപ്പോൾ രണ്ടാമത്തെ ബോട്ടിൽ എത്ര ഉണ്ടാവും? 2 3/4. അതായത് ആദ്യത്തെ ബോട്ടിൽ 3 1/2 ഉണ്ട്, അത്
ഫില്ല് ചെയ്യണമെങ്കിൽ നമ്മൾ 1 ലിറ്റർ കൂടി ഒഴിക്കണം. ഓക്കെ, 1 ലിറ്റർ കൂടി ഒഴിക്കണം. അപ്പോൾ നമ്മൾ 2 3/4 1 ലിറ്ററിന് മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് 2 3/4 1 ലിറ്റർ മൈനസ് ചെയ്താൽ എത്രയാണ്? 1 3/4. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, ഒന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാനുണ്ട്. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഈക്വൽ ടു 1. ഇവിടെ കുറേ ആഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിലേതോ ഒന്ന് ഈക്വൽ ടു 1 അല്ല, ഒന്നിനോട് സമമല്ല. അപ്പോൾ അത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ 4 ചെയ്ത് നോക്കണം, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആദ്യത്തേത് എത്രയാണ്? 1/2 + 1/4 + 1/4. ഇതാണ് നമ്മുടെ ആദ്യത്തേത്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിനോമിനേറ്റർ വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ എന്താക്കണം? ഇതിനെ കോമൺ ആക്കണം. അപ്പോൾ നമുക്ക് 2ഉം 4ഉം അറിയാം. 2 4 6 8 ആണ് 2ൻ്റെ മൾട്ടിപ്പിൾസ്. 4ൻ്റെ തന്നെ 4 8 12 ആണ്. ഓക്കെ, അപ്പോൾ കോമൺ ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ 4 ആണ് അല്ലേ? 4 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് രണ്ടും 4 ആണ്. ഇനി 1/2നെ മാത്രം 4ലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. അപ്പോൾ 2നെ എന്തുകൊണ്ട് ഇൻഡ്യൂസ് ചെയ്താലാണ് 4 കിട്ടുക? 2 കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ 1നെയും 2 കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യണം. അപ്പോൾ 1 × 2 2/4. അപ്പോൾ 1/2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 2/4. എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്യുക. 2/4 + 1/4 + 1/4. 2 + 1 3 3 + 1 4. 4/4 എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ആദ്യത്തെ ഓപ്ഷന് ശരിയാണ്, 1നോട് ഈക്വലാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. രണ്ടാമത്തേത് 1/2 + 1/3 + 1/6. അപ്പോൾ ഇവിടെയും എന്താണ്? ഡിനോമിനേറ്റർ വ്യത്യസ്തമാണ്. 2ഉം 3ഉം 6ഉം ആണ്. അപ്പോൾ നമ്മൾ അതിനെ ഒരുപോലെ ആക്കണം അല്ലേ? 1/2 + 1/3 + 1/6. അപ്പോൾ കോമൺ ഡിനോമിനേറ്റർ ഇവിടെ 6 ആണ്. അതെങ്ങനെ കിട്ടി? ഇപ്പം 2ൻ്റെ മൾട്ടിപ്പിൾസ് എഴുതാന്ന് വെച്ചാൽ 2 4 6 8. 3ൻ്റെ മൾട്ടിപ്പിൾസ് എഴുതാന്ന് വെച്ചാൽ 3 6 9. 6ൻ്റെ എഴുതാന്ന് വെച്ചാൽ 6 12. അപ്പോൾ ഇതിലൊക്കെ കോമൺ ആയിട്ടുള്ള ഏറ്റവും ചെറുതിട്ടുള്ള മൾട്ടിപ്പിൾ ഏതാണ്? 6 ആണ്. അതുകൊണ്ടാണ് കോമൺ ഡിനോമിനേറ്റർ 6 ആയത്. ഇനി നമുക്ക് എളുപ്പമല്ലേ? നമുക്ക് 1/2നെ ഡിനോമിനേറ്റർ 6ലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം 2നെ എന്തുകൊണ്ട് ഇൻഡ്യൂസ് ചെയ്താലാണ് 6 കിട്ടുക? 3 കൊണ്ട് ഇൻഡ്യൂസ് ചെയ്താലാണ് 6 കിട്ടുക. അപ്പോൾ നമ്മൾ 1നെയും 3 കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യണം. 1 × 3 3/6. അതാണ് ഇവിടെ കിട്ടിയത്. ഇനി 1/3 എന്ന് പറയുമ്പോൾ 1/3നെയും നമ്മൾ 6ലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 3നെ എന്തുകൊണ്ട് ഇൻഡ്യൂസ് ചെയ്താൽ നമുക്ക് 6 കിട്ടും? 2 കൊണ്ട് ഇൻഡ്യൂസ് ചെയ്താൽ 6 നിൽക്കാം. അപ്പോൾ നമ്മൾ 1നെയും എന്തുകൊണ്ട് ഇൻഡ്യൂസ് ചെയ്യണം? 2 കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യണം. അപ്പോൾ 1 × 2 2 2/6. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് 1/6 ആണ്. അതിന് നമുക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും വേണ്ട. അപ്പോൾ ഇനി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 3/6 2/6 + 1/6. അപ്പം 3 + 2 5 5 + 1 6 6/6. 6/6 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനും എന്താണ്? ഈക്വൽ ടു 1 ആണ്. അപ്പോൾ രണ്ടും കറക്റ്റാണ്. ഇതും കറക്റ്റായി. ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കാം. 3/4 + 1/8 + 1/8. അത് നമുക്ക് അടുത്തത് എന്താണ്? 3/4 + 1/8 1/8 ആണ്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ 8ലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ 3/4നെ നമ്മൾ 8ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 4നെ 2 കൊണ്ട് ഇൻഡ്യൂസ് ചെയ്തപ്പോഴാണ് 8 കിട്ടിയത്. അപ്പോൾ നമ്മൾ 3നെയും 2 കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് 6 കിട്ടി. 6/8. ഇനി നമ്മൾ 3/4ന് ഈക്വലായിട്ട് 6/8 കിട്ടി. ഇനി നമ്മൾ +1/8 + 1/8. 6 + 1 7 7 + 1 8 8/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷനും എന്താണ്? ശരിയാണ്, 1നോട് ഈക്വലാണ്. ഇനി ലാസ്റ്റ് ഓപ്ഷൻ എന്താണ്? 1/2 + 1/3 + 1/4. അത് ചെയ്തു നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. 1/2 + 1/3 + 1/4. അപ്പോൾ 2ൻ്റെയും 3ൻ്റെയും 4ൻ്റെ കോമൺ ഡിനോമിനേറ്റർ 12 ആണ്. അപ്പോൾ 1/2നെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 6/12 കിട്ടും. 1/3നെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 4 കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ 4/12 കിട്ടും. 1/4നെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 3 കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് 3/12 കിട്ടും. ഇനി നമ്മൾ എല്ലാം കൂട്ടുകയാണ്. 6/12 + 4/12 + 3/12. അത് കിട്ടുന്നത് 6 4 10 10 കൂട്ടണം 3 13 13/12. അത് ഈക്വൽ അല്ലല്ലോ, ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിൽ ഓപ്ഷന് ഡി ആണ് കറക്റ്റ് ആൻസർ.
ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഖിൽസ് ഹൗസ് ഹാസ് കാറ്റററി. അഖിലിൻ്റെ ഹൗസിൽ പശു ഉണ്ട്. വൺ ഡേ ദേ ഗോട്ട് 6 1/2 ലിറ്റർ മിൽക്ക് ഇൻ ദ മോർണിംഗ്. അവർക്ക് രാവിലെ 6 1/2 ലിറ്റർ മിൽക്ക് കിട്ടും. ആൻഡ് 5 3/4 ഓഫ് മിൽക്ക് ഇൻ ദ ഈവനിങ്. ഓൺ ദാറ്റ് ഡേ ദേ ഗേവ് 10 1/2 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ടു ദ സൊസൈറ്റി. അപ്പോൾ രാവിലെ എത്ര കിട്ടും, വൈകുന്നേരം 5 3/4 കിട്ടും. അവർ ആ ദിവസം 10 1/2 ലിറ്റർ സൊസൈറ്റിക്ക് കൊടുത്തു. റിമൈനിങ് മിൽക്ക് വാസ് യൂസ്ഡ് ഫോർ ഹൗസ് ഹോൾഡ് നീഡ്സ്. ഹൗ മെനി ലിറ്റേഴ്സ് മിൽക്ക് വർ കെപ്റ്റ് ഫോർ ഹൗസ് ഹോൾഡ് നീഡ്സ്. അപ്പോൾ രാവിലെയും വൈകുന്നേരം കിട്ടിയത് നമ്മൾ ആഡ് ചെയ്യണം. അതിൽ നിന്ന് 10 1/2 നമ്മൾ സൊസൈറ്റിക്ക് കൊടുത്തത് മൈനസ് ചെയ്താൽ നമുക്ക് വീട്ടാവശ്യത്തിന് എത്ര ഉപയോഗിച്ചത് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, മോർണിംഗിലുള്ള ഈവനിങ്ങിലുള്ള മിൽക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം മോർണിംഗിലുള്ള മിൽക്ക് 6 1/2 ആണ്. ഈവനിങ്ങിലുള്ളത് 5 3/4 ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ഹോൾ നമ്പേഴ്സ് പൂർണ്ണസംഖ്യകൾ നമ്മൾ ആദ്യം കൂട്ടി, അതേപോലെ ഫ്രാക്ഷൻസ് ഒരു സൈഡിലേക്ക് മാറ്റി 1/2 + 3/4. 6 + 5 ആണ് 11. ഇവിടെ നമുക്ക് കൂട്ടുമ്പോൾ ഇത് ഡിനോമിനേറ്റർ വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ എന്താക്കണം, ഇതിനെ ഡിനോമിനേറ്റർ 1 ആക്കണം. 3/4 ആണല്ലോ ഉള്ളത്. അപ്പോൾ നമുക്ക് 2ൻ്റെയും 4ൻ്റെയും എന്താണ് കോമൺ ആയിട്ടുള്ള ഡിനോമിനേറ്റർ ഏതായിരിക്കും, 4 ആയിരിക്കും. അപ്പോൾ 4നെ 2 × 2 ആണ് 4. അപ്പോൾ 1 × 2. ഓക്കെ. പിന്നെ പ്ലസ് 3/4. ഇത് ഇതേപോലെ തന്നെ എഴുതാം, കാരണം ഡിനോമിനേറ്റർ 4 തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടിയത് 5/4 ആണ് അല്ലേ. അപ്പം 11 5/4. ഓക്കെ. ഈ 5/4ന് നമ്മൾ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യണം. എങ്ങനെ, ഈ 5/4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 5/4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, 5/4 എന്ന് പറയുന്നത് 4/4 + 1/4 ആണ്. ഈ 4/4 എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമുക്ക് ഇതെന്ത് എഴുതാം, 11 1 1/4 എന്ന് എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ 11 + 1 എന്ന് പറയുന്നത് 12 ആണ്. 12 1/4. നമ്മുടെ ആൻസർ എത്രയാണ്, 12 1/4 ആണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആദ്യം നമ്മൾ ആഡ് ചെയ്തു, ഹോൾ നമ്പേഴ്സ് ആഡ് ചെയ്തു, പിന്നെ നമുക്ക് ഫ്രാക്ഷൻസ് ആണ് ആഡ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ കോമൺ ഡിനോമിനേറ്ററായ 4ലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ 5/4 കിട്ടി. 5/4നെ നമ്മൾ പിന്നെ എന്താണ് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റി. അതെങ്ങനെ മാറ്റി, 4/4 + 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 1/4. അപ്പോൾ ആദ്യം നമുക്ക് കൂട്ടി വെച്ച 11ഉം കൂട്ടിയിട്ട് 11 + 1 12 12 1/4 ലിറ്റേഴ്സ്. അപ്പോൾ മോർണിംഗിലും ഈവനിങ്ങിലും കൂടിയിട്ട് കിട്ടിയ മിൽക്കാണ് 12 1/4. ഇനി നമ്മൾ സൊസൈറ്റിക്ക് കൊടുത്തു എന്ന് പറഞ്ഞു അല്ലേ. സൊസൈറ്റിക്ക് എത്ര കൊടുത്തത്, സൊസൈറ്റിക്ക് കൊടുത്തത് എത്രയായിരുന്നു, സൊസൈറ്റിക്ക് കൊടുത്തത് എത്രയായിരുന്നു, 10 1/2 ആണ് സൊസൈറ്റിക്ക് കൊടുത്തത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 12 1/4 ആണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സൊസൈറ്റിക്ക് കൊടുത്ത 10 1/2 നമ്മൾ മൈനസ് ചെയ്യണം. ഓക്കെ. ഇവിടെയും നമുക്ക് നേരത്തെ ചെയ്ത പോലെ ചെയ്യാം. 12 - 10 ഓക്കെ 1/4 - 1/2 ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് സ്റ്റെപ്പ് എന്ന് നോക്കാം. അപ്പം 12 1/4 എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ഒന്ന് സ്പ്ലിറ്റാക്കി എഴുതി 11 + 1/4 എന്ന് എഴുതി. ഓക്കെ. അപ്പോൾ നമ്മൾ 11 5/4 നേരത്തെ എഴുതിയ പോലെ തന്നെ 11 5/4 എന്ന് എഴുതി. ഇനി നമുക്ക് ഇതിൽ നിന്നാണ് എന്ത് മൈനസ് ചെയ്യേണ്ടത്, 10 1/2 മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ 11 5/4ഉം 10 1/2 ആണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ 11 - 10 11 - 10 എന്ന് പറയുമ്പോൾ എത്രയാണ്, 1 ആണ്. ഇനി നമുക്ക് 5/4 - 1/2 അല്ലേ. അപ്പോൾ നമുക്കിവിടെ കോമൺ ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ 4 ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് 5/4 - 1/2നെ നമ്മൾ 4ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 4 2/4 എന്നാക്കും. 2/4. അപ്പോൾ 5 - 2 ദാറ്റ് ഈസ്
3/4. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 1/3/4. മനസ്സിലായല്ലോ? നമ്മൾ നേരത്തെ കിട്ടി നമുക്ക് 12 1/4 ആയിരുന്നു. അതിനെ നമ്മൾ ഇങ്ങനെ എഴുതി 11 5/4 എഴുതി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 12 1/4 മൈനസ് 3/4 1/2 ആണല്ലോ ഉള്ളത്. ആ 1/2 എന്തായാലും 1/4 1/2 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിനൊന്ന് സ്പ്ലിറ്റ് എഴുതിയതാണ് നമ്മുടെ കാൽക്കുലേഷൻ എളുപ്പമാവാൻ, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ 11 + 1 + 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 11 5/4. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. എന്നിട്ട് നമുക്ക് സൊസൈറ്റി കൊടുത്ത മിൽക്ക് എന്ന് പറഞ്ഞാൽ 10 1/2 ആയിരുന്നു. അപ്പോൾ ആ 10 1/2നെ നമുക്ക് 5/4 മൈനസ് 1/2. ഓക്കെ, അപ്പോൾ നമ്മൾ ഈക്വൽ ഫ്രാക്ഷൻ ആക്കണം. അതുകൊണ്ടാണ് 5/4 മൈനസ് 2/4 എന്നായത്. ഓക്കെ, അപ്പോൾ ഈക്വൽ ഡിനോമിനേറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2/4 ഇവിടെ എഴുതിയത്. അത് നമ്മൾ കാൽക്കുലേഷൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതിന്ന് മൈനസ് ചെയ്ത് നമുക്ക് 3/4 ലിറ്റേഴ്സാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ വളരെ അധികം ശ്രദ്ധിച്ച് ചെയ്യുക. ഇനി അടുത്തത് ഇതിൻ്റെ ഈ ഒരു പാറ്റേൺ ഡ്രോ ചെയ്യാനാണ്. ഇങ്ങനത്തെ പാറ്റേൺ ഡ്രോ ചെയ്യാൻ എന്തായാലും ഉണ്ടാവും. അത് നിങ്ങൾ പഠിച്ച് വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 1/6 പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ആംഗിൾ മെഷർ ഓഫ് ഷെയ്ഡഡ് പാർട്ട്? അപ്പോൾ ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഇവിടെ മൊത്തത്തിൽ 1 2 3 4 5 6 ഒരു പാർട്ടാണ് ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ മൊത്തത്തിൽ ഈ സർക്കിൾ എന്ന് പറയുന്നത് 360 ആണ് ആംഗിളിൻ്റെ സമ്മ് അല്ലേ. അപ്പോൾ 360 / 6 ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായ ഉത്തരം. അപ്പോൾ നമ്മൾ ഫുൾ പ്രോബ്ലംസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക്